നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീം സമഗ്രമായി പരിഷ്കരിക്കാനുള്ള വിവാദ ബില്ലിന് പ്രതിപക്ഷ സഖ്യത്തിന്റെ പിന്തുണ ലഭിച്ചതോടെ നിയമമാകാൻ വഴിയൊരുങ്ങുന്നു. തട്ടിപ്പുകൾ തടയുന്നതിനും പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനുമായി കൊണ്ടുവരുന്ന ഈ ഭേദഗതിയിലൂടെ 1 ലക്ഷത്തിലധികം ആളുകൾ പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചൊവ്വാഴ്ച സെനറ്റിൽ ബിൽ പാസ്സാകുമെന്നും തുടർന്ന് ജനപ്രതിനിധി സഭയിലേക്ക് തിരികെ അയക്കുമെന്നും ആരോഗ്യമന്ത്രി മാർക്ക് ബട്ട്ലർ വ്യക്തമാക്കി. അധോസഭയിൽ നിന്നുള്ള 30 ഉപസഭയിൽ നിന്നുള്ള 33 ഉൾപ്പെടെ ആകെ 63 ഭേദഗതികളോടെയാണ് ബിൽ പാസ്സാകുന്നത്. പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ സ്വാഗതം ചെയ്ത മന്ത്രി പദ്ധതി ഭാവി തലമുറകൾക്കായി കൂടുതൽ സുരക്ഷിതമാക്കാൻ ഈ നിയമ പരിഷ്കാരം സഹായിക്കുമെന്ന് കൂട്ടിച്ചേർത്തു. ന്യൂ സൌത്ത് വെയിൽസിൽ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട മിൻ സർക്കാർ പുതിയ മാർഗരേഖ പ്രഖ്യാപിച്ചു. 6 പ്രധാന തത്വങ്ങൾ പൂർണ്ണമായും പാലിച്ച് സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് 75 ദിവസത്തിനകം പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് അനുമതി സംബന്ധിച്ച വിലയിരുത്തലുകൾ പൂർത്തിയാക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ. എന്നാൽ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പദ്ധതികൾക്ക് പുതിയ ചട്ടങ്ങൾ ഓട്ടോമാറ്റിക് നോട്ട് ബാക്കിലേക്ക് നയിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെ പ്രാദേശിക ജനങ്ങളുടെ ആശങ്ക ശക്തമായി തുടരുകയാണ്. ശബ്ദ വായു മലിനീകരണ നിയന്ത്രണത്തിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുക, ഉപഭോക്താക്കൾക്കോ പൊതുജനങ്ങൾക്കോ അധിക സാമ്പത്തിക ബാധ്യത വരുത്താതെ അധിക ജലവൈദ്യുതി സംവിധാനങ്ങൾക്ക് സ്വന്തം ചെലവിൽ ഫണ്ട് കണ്ടെത്തുക എന്നിവയാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാന തത്വങ്ങൾ. രാജ്യത്ത് ഗാർഹിക പീഡനങ്ങൾക്കെതിരെ വ്യാപകമായ പോലീസ് നടപടി. AST, ന്യൂ സൌത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ ഗാർഹിക പീഡന കേസുകളിലെ പ്രതികളെ ലക്ഷ്യമിട്ട് പോലീസ് നടത്തിയ സംയുക്ത പരിശോധനയിൽ 100 ആളുകൾ അറസ്റ്റിലായി. ACT പോലീസിന്റെ ഓപ്പറേഷൻ ഷെപ്പേർഡ്, NSW പോലീസിന്റെ ഓപ്പറേഷൻ അമരോക് എന്നീ 5 ദിവസത്തെ പ്രത്യേക ദൌത്യങ്ങളുടെ ഭാഗമായി ACTയിൽ മാത്രം 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ NSW തെരഞ്ഞെടുത്ത 3 പേരെ കാൻബറയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി ഡെപ്യൂട്ടി സൂപ്രണ്ട് കൈലി ലോസൺ സ്ഥിരീകരിച്ചു. പരിശോധനയ്ക്കിടെ ഗാർഹിക പീഡന കേസിൽ 51 വയസ്സുകാരിൽ നിന്ന് 2 തോക്കുകളും വെടിയുണ്ടകളും മയക്കുമരുന്നുകളും പോലീസ് പിടിച്ചെടുത്തു. കൂടാതെ പങ്കാളിയെ വർഷങ്ങളായി ഉപദ്രവിച്ചയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഉത്തരവുകൾ ലംഘിച്ച 5 പേർക്ക് കോടതിയിൽ ഹാജരാകാൻ സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. Melbourne's biggest property event is coming to the west. Near Estate and Aussie TV proudly present the Melbourne West Property Show 2026. Meet banks, builders, developers, real estate agents and finance experts, all under one roof. Enjoy exclusive expo-only offers, expert advice and exciting giveaways. Encore Event Centre, Hoppers Crossing, Werribee, Victoria, 3029, Saturday 19th September, 9 a.m. to 4 p.m. Register free now and be part of Melbourne's biggest property event in the West. വടക്കൻ വിക്ടോറിയയിൽ ശക്തമായ മഴയും വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നൽകി കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ വിക്ടോറിയയിൽ അതിശക്തമായ മഴ പ്രവചിച്ചതിനെ തുടർന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ മഴ സൌത്ത് ഓസ്ട്രേലിയ, ന്യൂ സൌത്ത് വെയിൽസ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. വടക്കൻ വിക്ടോറിയയിലെ ബഹാം, വാമ്പറ്റൂക്ക്, മക്കോയ് ബ്രിഡ്ജ്, മാൻഡിയാന, ആബിൻ സൌത്ത് എന്നീ പ്രദേശങ്ങളാണ് പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മേഖലയിൽ 15 മുതൽ 25 മില്ലിമീറ്റർ വരെയും ചിലയിടങ്ങളിൽ 40 മില്ലിമീറ്റർ വരെയും മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് സീനിയർ കാലാവസ്ഥാ വിദഗ്ധൻ ഡേവിഡ് ക്രോഫ്റ്റ് വ്യക്തമാക്കി. ഗോൾബേൺ, അവോക്ക, ലോഡൻ എന്നീ നദികളിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നേക്കാമെന്നതിനാൽ നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കേസിൽ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർക്ക് $1,500 പിഴ. ഏപ്രിലിൽ ഈസ്റ്റർ ദിനം പുലർച്ചെ സിഡ്നിയിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് വാർണർ കുടുങ്ങിയിരുന്നത്. വഴിവെക്കിൽ നിന്നിരുന്ന പോലീസ് സംഘം ബ്രത്ലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ വാർണർ മദ്യപിച്ചതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലും മദ്യത്തിന്റെ സാന്നിധ്യം അനുവദനീയമായതിലും ഇരട്ടിയുള്ളതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് താരത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഊബർ വിളിച്ച് പോകുന്നതായിരുന്നു സുരക്ഷിതമെന്നും വിവേകശൂന്യമായ പ്രവൃത്തിയാണ് തന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും വാർണർ പിന്നീട് കുറ്റസമ്മതം നടത്തിയിരുന്നു. സിഡ്നി കോടതിയിൽ താരത്തിന്റെ അഭിഭാഷകൻ ഹാജരായാണ് കുറ്റസമ്മതം നടത്തിയത്. എവിടെയെങ്കിലും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചക്കാരും അപ്പായാലും മുനിസിപ്പാലിറ്റി 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം.
ഡാർബനിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ ബംഗ്ലാദേശിനോട് 9 വിക്കറ്റിന്റെ ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയതിന് പിന്നാലെ ശനിയാഴ്ച ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ടീമിൽ മാറ്റം വരുത്തി ഓസ്ട്രേലിയ. ആദ്യ ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സിലും നിറമങ്ങിയ ഓപ്പണർ ജെറ്റ് ബെദ്രാളിനെ രണ്ടാം ടെസ്റ്റിൽ നിന്നുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കി പകരം മാറ്റ് റെൻഷോയെ ഓസ്ട്രേലിയൻ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചുവിളിച്ചു. മാക്കയിൽ നടക്കുന്ന അടുത്ത ടെസ്റ്റിൽ ട്രാവിസ് ഹെഡിനോടൊപ്പം 30-കാരനായ റെൻഷോ ഓപ്പണറായി ഇറങ്ങാനാണ് സാധ്യത. ഡാർവിൻ ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ 23 റൺസ് എടുത്ത ബെദ്രാൾ രണ്ടാം ഇന്നിംഗ്സിൽ റൺസ് എടുക്കാതെ പുറത്തായിരുന്നു. 12 ഇന്നിംഗ്സുകളിൽ നിന്ന് 20.36 മാത്രമാണ് ബെദ്രാളിന്റെ ബാറ്റിംഗ് ശരാശരി. കഴിഞ്ഞ ഷീൽഡ് സീസണിൽ 50ഓളം ശരാശരിയിൽ 3 സെഞ്ചുറികൾ നേടിയ മികവാണ് റെൻഷോക്ക് വീണ്ടും ദേശീയ ടീമിലേക്ക് വഴി തുറന്നത്. ഓസ്ട്രേലിയയിൽ പ്രവാസി മലയാളികൾക്കായി ഓണനിലാവ് 2026 ഓണം ഷോ സംഘടിപ്പിക്കുന്നു. ലൈം ലൈറ്റ് ഇവന്റ്സ് ഓസ്ട്രേലിയയുടെ നേതൃത്വത്തിലാണ് ഓണനിലാവ് ഓണം ഷോ 2026 സംഘടിപ്പിക്കുന്നത്. പ്രിയ കലാകാരന്മാരായ മെറിൻ ഗ്രിഗറി, അക്ബർ ഖാൻ, ദീപ്തി സതി, ഭാഗ്യരാജ് രാജ്, ഭാഗ്യോ ബാബു എന്നിവർ ഈ ആഘോഷ സന്ധ്യയിൽ അണിനിരക്കുന്നുണ്ട്. ഓഗസ്റ്റ് 22 മുതൽ 29 വരെയുള്ള തീയതികളിലായി സിഡ്നി, ഗൗൾബേ, മിൽദുറ, ഷെപ്പട്ടൺ എന്നീ 4 പ്രധാന നഗരങ്ങളായാണ് പരിപാടി അരങ്ങേറുന്നത്. പരിപാടിയുടെ വിവരങ്ങൾക്കും ടിക്കറ്റുകൾക്കുമായി സംഘാടകരെ ബന്ധപ്പെടാവുന്നതാണ്. പ്രവാസി മലയാളികൾക്ക് വേറിട്ടൊരു ഓണാഘോഷാനുഭവം സമ്മാനിക്കുന്ന ഈ ആഘോഷ രാവിലേക്ക് ഏവരെയും ലൈം ലൈറ്റ്സ് ഇവന്റ് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ എക്സിം കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും എത്തിയിരുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. വന്ദേമാതരം ആലപിക്കാത്തതിലെ അതൃപ്തി മൂലമാണ് കേന്ദ്രമന്ത്രി പരിപാടി ബഹിഷ്കരിച്ചതെന്നാണ് വിവരം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇഡി ചോദ്യം ചെയ്യുന്ന CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പി നിഖിലിനെ പിന്തുണച്ച് CPM നേതൃത്വം. നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിത റെയ്ഡാണെന്നും നിഖിലിന് രാഷ്ട്രീയ പിന്തുണ നൽകുമെന്നും CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. ഇഡി പരിശോധനയ്ക്കിടെ ഫ്ളാറ്റിലെത്തി കണ്ടാണ് മെഹബൂബിന്റെ പ്രതികരണം. ഇഡിയെ കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ BJP മാത്രമല്ല കോൺഗ്രസ് കൂടിയാണ്. കേസിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. നിഖിലുമായി സംസാരിച്ചു. നിഖിലിനെ ഇഡി ചോദ്യം ചെയ്യുകയാണെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. 2025 ദേശീയ കായിക അവാർഡുകൾ പ്രഖ്യാപിച്ചു. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയമാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. 2 മലയാളികൾ ഉൾപ്പെടെ 17 താരങ്ങൾക്ക് അർജുന അവാർഡ് ലഭിച്ചു. മുഹമ്മദ് അജ്മൽ വി, റീസ ജോളി എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.